നടക്കുന്ന CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയ ചരിത്ര ചിത്ര പ്രദർശനം ശ്രദ്ധേയമാവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം മാത്രമല്ല, സ്വാതന്ത്ര്യ സമരവും നവോത്ഥാന സമരങ്ങളും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ചരിത്ര ചിത്ര പ്രദർശനം. നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. തളിപ്പറമ്പ് ദേശീയപാതയോരത്ത് കോഫി ഹൗസിന് എതിർവശത്ത് ടാക്സി സ്റ്റാൻഡിന് പുറകിലായാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. സമ്മേളനത്തിന്റെ സംഘാടക സമിതിയും ഇതിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രസിദ്ധമായ വാഗൺ ട്രാജഡിയുടെ ഭീകരദൃശ്യമാണ് പ്രദർശനത്തിൽ ആദ്യം കാണാനാവുക. ആയിരത്തി 1946 കരിവള്ളൂർ സമരത്തിന്റെ പോരാട്ട ശില്പമാണ് അടുത്തത്. ഈ ശില്പങ്ങളെല്ലാം തന്നെ കാഴ്ചക്കാർക്ക് ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കി നൽകുന്നവയാണ്. മുലക്കരം കൊടുക്കണമെന്ന അനാചാരത്തിനെതിരെ സ്വന്തം മുലമുറിച്ച് സമരം നടത്തിയ നങ്ങേരിയുടെ ശില്പവും കാഴ്ചക്കാരുടെ ഉള്ളിലേക്കും. ഓരോ ശില്പങ്ങളുടെയും അടുത്തെത്തുമ്പോൾ അവയുടെ ചരിത്രം വിവരിക്കുന്ന ശബ്ദാവിഷ്കാരവും ഉണ്ടെന്നത് ഒരു പ്രത്യേകതയാണ്. കേരള ചരിത്രത്തിലെ പോരാട്ട സമരങ്ങൾ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി നടന്ന സമരങ്ങൾ, അതിലേക്ക് വഴി തുറന്ന വിവിധ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയവ വിവരിക്കുന്ന പോസ്റ്ററുകളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നട്ടു കണ്ണു നട്ടു നാം വളർത്തിയ വിളകളെ കൊയ്തു കൊണ്ടുപോയ ജന്മികൾ ചരിത്രമായി. കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച ശ്രീനാരായണ ഗുരു, അയ്യൻകാളി, വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയവരെയും പ്രദർശനത്തിൽ അനുസ്മരിക്കുന്നു. കടമനിട്ട NV കൃഷ്ണവാര്യർ, വള്ളത്തോൾ, വൈലോപ്പിള്ളി തുടങ്ങിയ എഴുത്തുകാരുടെ പ്രശസ്തമായ വരികളും പ്രദർശനത്തിലുണ്ട്. പ്രണയമേ കലഹമേ, പ്രണയമേ കലഹമേ, പ്രകൃതി സ്നേഹമേ. മഹാത്മാഗാന്ധി, AKG, CH കണാരൻ, നായനാർ, സ്വാമി ആനന്ദതീർത്ഥർ, ശ്രീനാരായണ ഗുരു, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ പൂർണ്ണകായ, അർദ്ധകായ പ്രതിമകളും ഗാന്ധിവധത്തിന്റെ ദൃശ്യാവിഷ്കാരവുമെല്ലാം ഈ പ്രദർശനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുകയാണ്. ഇതോടൊപ്പം മതമൈത്രിയുടെ വിളനിലമായ തളിപ്പറമ്പിലെ പ്രാചീന ക്ഷേത്രങ്ങളായ രാജരാജേശ്വര ക്ഷേത്രം, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, 500 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച കപ്പാലത്തെ തങ്ങൾപള്ളി, തളിപ്പറമ്പ ജുമാ മസ്ജിദ്, 1920കളിൽ ഫാദർ റോമിയോ പോർത്ത് സ്ഥാപിച്ച വിശുദ്ധ പൗലോസിന്റെ നാമധേയത്തിലുള്ള ദേവാലയം എന്നിവയെക്കുറിച്ചുള്ള ചെറു വിവരണങ്ങളും ഇവിടെയുണ്ട്. ചുവപ്പണിഞ്ഞ മണ്ണിത് ചരിത്രമേറെയുണ്ടത്, മായുകില്ല മായ്ച്ചിടുകില്ല. കൂടാതെ 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധനത്തിൽ കുറ്റേരി സഖാക്കൾ മാവിച്ചേരിക്കുന്നിൽ ഒളിവിൽ കഴിഞ്ഞ മാവിച്ചേരിയുടെ പ്രതിരോധം, വക്കളം സമ്മേളനം, ചിറക്കൽ താലൂക്ക് കർഷക സമ്മേളനം തുടങ്ങിയ ആദ്യകാല സംഭവങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാം കടന്നു വന്ന വഴികൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പ്രദർശനം ഒരുക്കിയതെന്ന് തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി K. സന്തോഷ് പറഞ്ഞു. തളിപ്പറമ്പിൽ ഒരുക്കിയിട്ടുള്ള ചരിത്ര ചിത്ര പ്രദർശനം കഴിഞ്ഞ 25-ാം തീയതി മുതൽ നൂറുകണക്കിന് ആളുകളാണ് ഈ പ്രദർശനം കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. CPMൻ്റെ ചരിത്രത്തെ വിളിച്ചു പറയുന്ന തരത്തിലേക്കാണ് ഇതൊരുക്കിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് മുതൽ 1964 CPM ആയി പിരിയുന്നത് വരെയും CPM ഇപ്പോൾ ഈ 2025 വരെയുള്ള കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നതിനാവശ്യമായിട്ടുള്ള ഊർജം പകരുന്ന ഒരു കരുത്ത് ആണ് ഈ ചരിത്ര പ്രദർശനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരുക്കിയിട്ടുള്ളത്. പൊതുവെ ഇവിടെ ചിത്രകാരന്മാരായിട്ടുള്ള ശ്രീ ഉണ്ണീക്കാനായി, അതുപോലെ തന്നെ ശ്രീനിവാസൻ, അതുപോലെ തന്നെ രഞ്ജിത്ത്,
ഇവർ 3 പേരും ചേർന്നുകൊണ്ടാണ് ഈ പ്രദർശനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഗാന്ധിജിയെ ആത്മഹത്യ ചെയ്തതാണെന്ന് ഇന്നത്തെ ഭരണാധികാരികൾ ചിത്രീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ അതല്ല, ഗാന്ധിജി വെടിയേറ്റതാണെന്ന തരത്തിലേക്ക് സൂചിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിവിടെ ഈ ചിത്ര പ്രദർശനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 30 വർഷത്തിന് ശേഷമാണ് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത്. ആ 30 വർഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തളിപ്പറമ്പിനെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അത് ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കരുത്തായിട്ട് ഈ ജില്ലാ സമ്മേളനം മാറും. ഇവയ്ക്കെല്ലാം പുറമെ പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രദർശനത്തിൽ വിവരിക്കുന്നുണ്ട്. ശില്പി ഉണ്ണീക്കാനായി, ചിത്രാഞ്ജലി ശ്രീനിവാസൻ, ചിത്രകാരൻ ABN ജോസഫ് തുടങ്ങിയവരാണ് ഈ ശില്പങ്ങളും ചിത്രങ്ങളുമെല്ലാം ഒരുക്കിയത്. നിരവധി ആളുകളാണ് രാപ്പകലില്ലാതെ ഇവിടേക്കെത്തുന്നത്. ചരിത്രപരമായ കാര്യങ്ങൾ യുവതലമുറയ്ക്ക് പകർന്നു നൽകുന്നതാണ് ഈ പ്രദർശനമെന്നും എത്ര കണ്ടാലും മതിയാകുന്നില്ലെന്നുമാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രദർശനം മൊത്തത്തിൽ നല്ല തന്നെ, നമുക്കൊന്നും കൂടി കാണാൻ ഇന്ന് സമയമില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ഭർത്താവിനെല്ലാം കൂട്ടി വന്ന് ഒന്നും കൂടി കാണും. ആ കൂട്ടക്കോലയും മറ്റേ കരിവെള്ളൂർ സംഭവം കാണുമ്പം ഭയങ്കര സങ്കടം. പിന്നെ ഇത്രയും നല്ല രീതിയിൽ ഈ പ്രസ്ഥാനം ഉയർന്നു വന്നത് നമുക്കും കൂടി, തൊഴിലാളികൾക്കും, എല്ലാ ജോലി ചെയ്യുന്നവർക്കും, ഏതെല്ലാം മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കെല്ലാം നല്ലതാണ് ഈ പ്രസ്ഥാനം. ഇപ്പം കർഷക പെൻഷൻ, പിന്നെ എല്ലാ മേഖലയിലെ പെൻഷനും കൊടുക്കുന്നതുകൊണ്ട് പാവപ്പെട്ടവർക്ക് നല്ലൊരു ആശ്വാസം. പിന്നെ റേഷൻ പീടിയിലെ അരി പിന്നെ പാവപ്പെട്ടവർക്ക് സൗജന്യമായി കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഗവൺമെൻറ് തന്നെ എന്നും വരണം എന്നാണ് നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് ഒരുപാട് പ്രചോദനമാണ്. നമ്മളുടെ ഈ പൊളിറ്റിക്കലി ഉള്ള ഇഷ്യൂസ് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. കുറേ നോട്ട്സ് എഴുതിയെടുത്തിട്ട് നമുക്ക് നമ്മളുടെ ചരിത്രം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഇതുപോലുള്ള ജില്ലാ സമ്മേളനങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ എന്താ വിചാരിക്കാൻ, പൊളിറ്റിക്കലി ആയിട്ടുള്ള കാര്യങ്ങളില്ല. അപ്പോൾ വരാൻ ചിലതായിട്ട് മടിക്കും. അപ്പോൾ എക്സിബിഷൻസിന് നമ്മൾ ഒന്നും കൂടി ഫോക്കസ് ചെയ്തിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാരും കുട്ടികളും വന്ന് ഹിസ്റ്ററി നോട്ട്സ് എഴുതാൻ മാത്രമുള്ള കുറേ അവയർനെസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത്. ഞാൻ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇത് 1 അല്ല 2 അല്ല 3 അല്ല എന്ന് പറയുന്ന പോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വരും തലമുറകൾക്ക്, ന്യൂ ജനറേഷനായിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുറേ വാക്യങ്ങൾ, ഇപ്പം കാൾ മാർക്സ് നമുക്ക് ആർക്കും നമ്മളിപ്പം ബുക്കുകളിൽ കേട്ടറിവേ ഉള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് നല്ല ഒരു എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നത്. കാരണം സ്റ്റാച്യൂസിലൂടെയൊക്കെ കാണുമ്പോൾ ഒരു ജീവൻ തുടിക്കുന്നത്, നമ്മൾ അത്രയും ഒറിജിനാലിറ്റി ഉണ്ട് നമുക്ക്. അത് ഇനിയും കുറേ കുഞ്ഞു മക്കളെ തൊട്ടിട്ട് കുറേ എല്ലാവർക്കും കാണിക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് ഇതുപോലുള്ള മീഡിയാസിലൂടെയെല്ലാം കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ മനുഷ്യ സ്നേഹമേ, മനുഷ്യ സ്നേഹമേ, നിനക്കു ഞങ്ങൾ ചേരിടുന്ന വാറുമാർച്ചിതം. പുതുതലമുറയ്ക്ക് അറിവ് പകരുന്നത് കൂടിയാണ് ഈ ചിത്ര പ്രദർശനം. ഫെബ്രുവരി 3 വരെയാണ് ഈ പ്രദർശനം. ക്യാമറാമാൻ അമൽ രാമചന്ദ്രനോടൊപ്പം ലിറ്റി പീറ്റർ, കേരള ഓൺലൈൻ ന്യൂസ്.